Hello children, are you ready to hear an exciting story? Okay, this story has a very valuable moral for you. So listen carefully and tell me the moral at the end. So let us start. Once upon a time, there was a fisherman. He had a little puppy named Joy. Joy was a very enthusiastic and a loving dog. He loved his master very much. One day, Joy was very excited as he was going for fishing with his master. They went for the fishing in a small boat, and it was a quiet afternoon time. അന്ന് ജോയ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായിരുന്നു സന്തോഷത്തിൻ്റെ കാരണം? മാസ്റ്ററിൻ്റെ കൂടെ ഫിഷർമാൻ്റെ കൂടെ ഫിഷിങ്ങിന് പോവുമായിരുന്നു. അവരൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ബോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. ചിൽഡ്രൻ, ഹാവ് യു ഗോൺ ഫോർ ഫിഷിംഗ് വിത്ത് യുവർ ഡാഡ്? നിങ്ങൾ പോയിട്ടുണ്ടോ ഫിഷിങ്ങിന്? വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് ടേക്ക് ഫോർ ഫിഷിംഗ്? യെസ്, എ ഫിഷിംഗ് റോഡ് ആൻഡ് എ കണ്ടെയ്നർ വിത്ത് worms as fishing bait, right? അല്ലേ? ഫിഷിങ്ങിന് പോകുമ്പോൾ നമുക്ക് ചൂണ്ട വേണം അല്ലേ? ഫിഷിംഗ് റോഡ്, പിന്നെ മീനിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേംസും നമ്മളൊരു കണ്ടെയ്നറിലാക്കി കൊണ്ടുപോകണം. Likewise, the fisherman also took these things with him. Children, do you know why we use worms as bait for fishing? എന്തുകൊണ്ടാണ് നമ്മൾ വേംസ് തന്നെ ഫിഷിങ്ങിന് ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? Because worms are the favorite food of fish and it is used to attract the fishes. So, fisherman also used the hook baited with worms. As they reached a good spot, the fisherman set up his fishing rod in the water. ചൂണ്ടയിടാൻ പറ്റിയ നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഫിഷർമാൻ എന്ത് ചെയ്തു? ഫിഷിംഗ് റോഡ് വെള്ളത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അറ്റ് ദാറ്റ് ടൈം ലിറ്റിൽ ജോയ് സാറ്റ് ക്വയറ്റ്ലി വിത്ത് ഹിസ് മാസ്റ്റർ ഇൻ ദ ബോട്ട്. സഡൻലി എ ഹെറൻ ഫ്ലൂ ഇൻ ആൻഡ് സാറ്റ് റൈറ്റ് ഇൻ ദ കോർണർ ഓഫ് ദാറ്റ് ബോട്ട്. ചിൽഡ്രൻ, യു നോ ഹൂ എ ഹെറൻ ഈസ്? ഹെറൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹെറൻ ഈസ് എ ബേർഡ്. പെട്ടെന്ന് തന്നെ അവിടെ ഹെറൻ എന്ന് പറയുന്ന ഈ ബേർഡ് വന്നിട്ട് ആ ചെറിയ ബോട്ടിൻ്റെ ഒരു മൂലയ്ക്ക് വന്നിരുന്നു. ബൈ സീയിങ് ദ ഹെറൻ, ലിറ്റിൽ ജോയ് ബിക്കേം റെസ്റ്റ്ലെസ്. വൗ 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 വൗ. He started barking because he easily understood that the heron had come with the intention of stealing that juicy worms. അവൾ എന്തിനാ വന്നേ? അവൾ ആ ജ്യൂസി വേംസ് എടുത്തോണ്ട് പോവാൻ വന്നതാണെന്ന് ആർക്ക് മനസ്സിലായി? ലിറ്റിൽ ജോയ്ക്ക് മനസ്സിലായി. സോ ഹി ബിക്കെയിം റെസ്റ്റ്ലെസ്, കുരയ്ക്കാൻ തുടങ്ങി. ദെൻ ഹിസ് മാസ്റ്റർ സെഡ്, ജോയ്, യു കീപ് ക്വയറ്റ്. ഇഫ് യു ബാർക്ക്, ദ ഫിഷ് വിൽ ഗെറ്റ് സ്കെയർഡ്. അല്ലേ? കുറച്ചുകൊണ്ടിരുന്നാൽ ഫിഷ് വല്ലതും വരുമോ? ഫിഷ് ഒന്നും വരില്ല. അപ്പം ഫിഷുകളൊക്കെ പേടിച്ചു പോവും. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നു പറയും. മാസ്റ്റർ ഫിഷർമാൻ പറഞ്ഞു ജോയുടെ അടുത്ത്. Then Joy obeyed his master and sat quietly. Suddenly, the heron took a worm from the container. Little Joy rushed in front of the bird to prevent her. അവള് ഒരു വേമിനെ എടുത്തു. ഹെറൻ ഒരു വേമിനെ എടുത്തു. ജോയ് ഓടി അവളെ തടയാൻ ശ്രമിച്ചു. No, I will not allow you to steal the worms, Joy said to the bird. But the bird did not listen. It took the worm and flew away. അവള് ജോയ് പറഞ്ഞതൊന്നും കേട്ടില്ല. വേമിനെ എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ പറന്നുപോയി. After some time, the heron returned to the boat and sat in the same place. When Joy saw her, he became irritated again and tried to drive off the bird. അവന് പിന്നെയും ഇറിറ്റേഷനായി ഹെറനെ കണ്ടപ്പോൾ. പിന്നെയും ഈ ബേർഡ് വന്നല്ലോ. അപ്പോൾ ആ ബേർഡിനെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു.
But he could not succeed as the heron was very skillful and expert in stealing. ഹെറൻ നല്ല എക്സ്പേർട്ടായിരുന്നു, ഇങ്ങനെ വേംസ് എടുത്ത് കൊണ്ടുപോവാൻ സ്റ്റീലിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടായ കാരണം ജോയ് ഇത്തവണയും തോറ്റുപോയി. ഹിസ് മാസ്റ്റർ സ്കോൾഡഡ് ഹിം അഗെയിൻ. Joy, stop barking. I told you do not make noise. Joy kept silent. After some time, the heron came at the third time. മൂന്നാമത്തെ പ്രാവശ്യവും ഹെറൻ വന്ന് പിന്നെയും അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു. This time, little Joy was waiting for her. Come on, I will show you now. കാത്തിരിക്കുകയായിരുന്നു അവളെ. വരുമ്പോ ഞാൻ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. He thought in his mind. This time, when the heron took the worm, little Joy pounced and caught on the one side of the worm, and then there was a struggle between them. ഇത്തവണ എന്താ സംഭവിച്ചത്? ഹെറൻ വേമിനെ എടുത്തപ്പ തന്നെ ജോയ് ചാടി വീണ് വേമിന്റെ മറ്റേ അറ്റത്ത് പിടിച്ചു. പിന്നെ അവർ തമ്മിലൊരു പിടിവലിയായിരുന്നു. This time his master also noticed that. ഇത്തവണ ഫിഷർമാനും കണ്ടു ഹെറൻ ഇങ്ങനെ വേംസ് എടുത്തിട്ട് പോണത്. What he did? Children, you know, the fisherman took his oar and tried to beat her. അയാൾ എന്ത് ചെയ്തു? നമ്മൾ ബോട്ട് തുഴയുമ്പോൾ ആ തുഴയില്ലേ, അതിനെയാണ് ഓർ എന്ന് പറയുന്നത്. ആ ഓർ എടുത്തിട്ട് ഹെറനെ അടിച്ച് ഓടിച്ചു. Joy became very happy as the heron flew away without any worms. ഇത്തവണ ഹെറന് വേം ഒന്നും കിട്ടിയില്ല. So Joy became happy. Later, the heron went to her nest in the nearest wooden swamp. ഹെറൻ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വുഡൻ സ്വാമ്പ് എന്ന് പറഞ്ഞ ഒരു മരക്കുറ്റിക്കാട്ടിലാണ് ഹെറൻ താമസിച്ചിരുന്നത്. In her nest, there were 3 baby heron chicks were popping with wide mouth. Kyo kyo kyo. 3 ഹെറൻ കുഞ്ഞുങ്ങള് ഹെറന്റെ നെസ്റ്റിൽ ഉണ്ടായിരുന്നു. It was a real surprise to little Joy. ജോയ്ക്ക് അറിയേയില്ലായിരുന്നു. ജോയ്ക്ക് അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു ബേബി ഹെറൻ ചിക്സിനെ കണ്ടപ്പോ. When the heron offered fish to them, they started crying for food. When the heron gave fish to them, they refused. Then heron said, "Oh little ones, I will not get any more worms. Please eat fish for today." But the heron chicks, baby heron chicks refused it and they started to cry again. അവർ വിശന്നിട്ട് കരയുമായിരുന്നു. അപ്പോൾ ഹെറൻ എന്ത് പറഞ്ഞു? ഫിഷ് കൊടുത്തു. അപ്പോൾ അവർ വാങ്ങിച്ചില്ല. അപ്പോൾ ഹെറൻ എന്ത് പറഞ്ഞു? അവർക്ക് വേംസാ ഇഷ്ടം, ഫിഷ് കൊടുത്തിട്ട് കഴിച്ചില്ല. അപ്പോൾ ഹെറൻ എന്ത് പറഞ്ഞു? Little ones, I will not get any more worms. Please eat fish for today. ഇന്ന് നിങ്ങൾ ഫിഷ് കഴിക്കേ, എനിക്കിനി വേംസ് ഒന്നും കിട്ടില്ല. പക്ഷെ അവരത് കഴിച്ചുവോ? ഇല്ല. They refused it and they started to cry again. അവർ പിന്നെയും കരയാൻ തുടങ്ങി. While watching this, little Joy became very sad. ഇത് കണ്ടോണ്ടിരുന്നപ്പോ ലിറ്റിൽ ജോയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. He realized the heron's situation. അപ്പോഴാണ് ഹെറന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ലിറ്റിൽ ജോയ്ക്ക് മനസ്സിലായത്. His master also was watching this. ഫിഷർമാനും അത് നോക്കി കാണുന്നുണ്ടായിരുന്നു. Children, you know what Joy did? He jumped around and got Heron's attention. Wow, wow, wow. അവൻ ആ ബോട്ടിൽ കിടന്ന് ഉരുണ്ട് മറഞ്ഞു. എന്തിനു വേണ്ടിയാ? ഹെറൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹെറൻ ശ്രദ്ധിച്ചപ്പോൾ what he did? He offered all the worms in that container to the heron. എല്ലാ wormsഉം ഹെറന് കൊടുത്തു. Heron took it gratefully and fed her babies.
അവൾ അത് വേഗം വന്നെടുത്ത് അവളുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി ഫീഡ് ചെയ്തു. She waved her wings for giving thanks. താങ്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്താ ചെയ്തേ? അവൾ അവളുടെ വിങ്സ് വേവ് ചെയ്ത് കാണിച്ചു. The fisherman could not get any fishes till that time. He became tired and said to Joy, Joy, let us go back. There is no worms to catch fish. അത്ര നേരം ഫിഷിംഗ് ചെയ്തിട്ടും ഫിഷർമാന് ഫിഷ് ഒന്നും കിട്ടിയില്ല. അവസാനം ഫിഷർമാൻ ടയേർഡായി. സോ ഫിഷർമാൻ എന്ത് പറഞ്ഞു ജോയുടെ അടുത്ത്? നമുക്ക് തിരിച്ചു പോവാം, ഇനി മീനെ പിടിക്കാൻ നമ്മുടെ കയ്യിൽ വേംസ് ഒന്നും ഇല്ല. Children, you know what happened then? The heron realized that Joy and his master were trying to return because of no stock of worms. I must help them, she thought in her mind. അവൾക്ക് മനസ്സിലായി ജോയും ഫിഷർമാനും തിരിച്ചു പോവാൻ ഒരുങ്ങുവാണ്. അവരുടെ കയ്യിൽ വേംസിന്റെ സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു പോവാൻ ഒരുങ്ങുവാണെന്ന് ഹെറന് മനസ്സിലായി. ഹെറൻ മനസ്സിൽ എന്ത് വിചാരിച്ചു? ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. You know children what she did? She came with plenty of fishes in her beak and threw it into the boat. ഒരുപാട് മീനുകളുമായിട്ട് അവൾ അവളുടെ ബീക്കിൽ വെച്ചു. ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചുണ്ടിൽ നിറയെ മീനിനെ കടിച്ചു പിടിച്ചിട്ട് വന്നിട്ട് അത് ബോട്ടിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു. The fisherman was surprised. He became very happy and appreciated little Joy for his kindness. ലിറ്റിൽ ജോയ് കൈൻഡ്നെസ് കാണിച്ചത് കൊണ്ടാണ് ഹെറന് തിരിച്ചും ഹെറൻ ധാരാളം മീനുകൾ അവർക്ക് കൊടുത്ത് അവരെ സഹായിച്ചത് അല്ലേ? സോ ഫിഷർമാൻ സെഡ് ടു ലിറ്റിൽ ജോയ്, വെരി ഗുഡ് ബോയ്, ബിക്കോസ് ഓഫ് യു ഓൺലി വി ഗോട്ട് ദിസ് മെനി ഫിഷ്. They returned home very happily. Children, what moral did you get from this story? നിങ്ങൾക്ക് എന്താ ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായത്? Here, little Joy showed us how to share and care for others. Children, if we give happiness to others, we will also get the same abundantly. എന്താ അങ്ങനെ പറഞ്ഞ? ഇവിടെ നമുക്ക് ലിറ്റിൽ ജോയ് എന്ന് പറയുന്ന ആ പപ്പി ഡോഗ് എന്താ കാണിച്ചു തന്നെ? എങ്ങനെ ഷെയർ ചെയ്യണ്ടേ, എങ്ങനെയാ മറ്റുള്ളവരെ കെയർ ചെയ്യണ്ടേ എന്നാണ് നമ്മളെ കാണിച്ചു തന്നെ. ആദ്യം ഹെറന്റെ അടുത്ത് ലിറ്റിൽ ജോയ്ക്ക് ദേഷ്യമായിരുന്നു. അവന്റെ വേംസ് എടുത്തുകൊണ്ട് പോകുന്ന ഹെറന്റെ അടുത്ത് ലിറ്റിൽ ജോയ്ക്ക് ദേഷ്യമായിരുന്നു. പിന്നെ അത് എപ്പോഴാ കൈൻഡ്നെസ്സിലോട്ടും എഫെക്ഷനിലോട്ടും മാറിയത്? അവിടെ ബേബി ചിക്സ് വിശന്ന് കരയുന്നത് കണ്ടപ്പോ ലിറ്റിൽ ജോയ്ക്ക് കൈൻഡ്നെസ് ആൻഡ് എഫെക്ഷൻ തോന്നി ബേബി ഹെറൻ ചിക്സിന്റെ അടുത്ത്. അപ്പൊ അവൻ എന്താ ചെയ്തേ? ആ കണ്ടെയ്നറിലുള്ള എല്ലാ വേംസും ഹെറന് എടുത്തോളാൻ പറഞ്ഞു. ഹെറൻ അത് കൊണ്ടുപോയി ബേബീസിന് ഫീഡ് ചെയ്തു അല്ലേ? അപ്പോ ഹിയർ ലിറ്റിൽ ജോയ് ഷോഡ് us how to share and care for others. നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ നമുക്കും മറ്റുള്ളവരിൽ നിന്ന് നിറയെ സന്തോഷം തിരിച്ചു കിട്ടും. We should love and be kind to others, especially to your siblings, friends, etc. നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുകയും അവരോട് കൈൻഡ്ഫുൾ ആയിട്ടും പെരുമാറണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ മറ്റുള്ളവർ ആരാണെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ കൈൻഡ്ഫുൾ ആയിട്ടും സ്നേഹത്തോട് കൂടിയിട്ടും വേണം നമ്മൾ പെരുമാറാൻ. Let us try to find out the happiness in sharing. Let us try to find out happiness in sharing. കൊടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ആ സന്തോഷം കണ്ടെത്താനും നമുക്ക് ശ്രമിക്കാം. I hope you all enjoyed this story. See you again in the next class. Bye bye.